ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിൽ എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ XNYയുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അസാൻ മുഹമ്മദ് ജലീലാണ്. അസാൻ്റെ പ്രത്യേകത, അസാൻ ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിൽ ഖത്തറിനെ റെപ്രസെന്റ് ചെയ്ത് പോയി. ഇതൊരു എന്താ പറയുക, ഇന്റർനാഷണൽ കോമ്പറ്റീഷനാണ്. അതും ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിൽ മത്സരിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. ഇതിൽ ഖത്തറിനെ റെപ്രസെന്റ് ചെയ്ത് പോയി ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിൽ ബ്രോൺസ് മെഡൽ നേടി. ഓക്കെ, ഇതാണ് അസാൻ ചെയ്തിട്ടുള്ള കാര്യം. സോ ഖത്തറിൽ വന്നിട്ട് അസാനെ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അസാൻ ഞങ്ങൾ ചെറിയൊരു മൊമെൻ്റ് ഒക്കെ കൊടുത്തു. സോ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ്. താങ്ക് യു. കുറച്ച് ഉറക്കനെ സംസാരിക്കണം. നമുക്ക് നമ്മുടെ വീഡിയോക്ക് കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് കിട്ടുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി, ഐ മീൻ ചിലപ്പോൾ വീഡിയോ ഓഡിയോ ക്വാളിറ്റിക്ക് അപ്പുറം ഇതിലൊരു കോൺവെർസേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അസാൻ, ഈ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ഈ എക്സാമിനെ കുറിച്ചും ഇതിലെങ്ങനെ എത്തി, ഈ കാര്യം ഒന്ന് ജസ്റ്റ് പറയും. അപ്പോൾ ഖത്തറിൽ ഒരു 3 സ്റ്റേജ് പ്രോസസ് കൂടി സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. 6 സ്റ്റുഡൻസ് ആയിരിക്കും ഒരു മെയിൻ ടീമിലുണ്ടാവാം. അതിൽ 2 ഇന്ത്യൻ സ്കൂൾസിൽ നിന്ന്, അടുത്ത 2 ഇൻ്റർനാഷണൽ സ്കൂൾസിൽ നിന്ന്, പിന്നെ വേറെ 2 ഖത്തറി സ്കൂൾസിൽ നിന്ന്. ഓക്കെ, ഇന്ത്യൻ സ്കൂൾസ് പറഞ്ഞാൽ ഈ 2 സ്ലോട്ട് മാത്രം ഇന്ത്യൻ സ്കൂൾസിനായതുകൊണ്ട് നല്ല കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം നീ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് എടുക്കുന്നത്? ഞാൻ ഇന്ത്യൻ സ്കൂൾ ആയിരുന്നു എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്ക് മാറി. പിന്നെ പ്രിപ്പയർ ചെയ്യാൻ അവർ കുറേ ക്ലാസ്സുകൾ നടത്തും. എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ് ടീമിലെത്താനുള്ളത്? അപ്പോൾ ആദ്യം ഒരു സ്കൂള് 6 കുട്ടികളെ സെലക്ട് ചെയ്യും. 6 കുട്ടികളൊരു എക്സാം എഴുതും. ഓക്കെ, അത് ഒട്ടാകെ എനിക്ക് തോന്നുന്നു ഒരു 500-600 കുട്ടികളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം കഴിയും. അത് കഴിഞ്ഞിട്ട് 60 കുട്ടികളായിരിക്കും. ആ 60 കുട്ടികളിൽ പിന്നെ ഒരു എക്സാം എഴുതിയിട്ട് 15 ആവും. ആ 15-ന് 6 മെയിൻ ടീം, 6 റിസർവ് ടീം. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ NSCJS എന്ന് പറഞ്ഞ എക്സാമാണ് എഴുതേണ്ടത്, ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിനുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാം. ഇവിടെ സ്കൂൾസ് വൈസ് ആണ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്തു. പിന്നെ അവർ മെറ്റീരിയൽസ് തരും, കോച്ചിങ് തരും, അങ്ങനെയാണോ? അതെ, പക്ഷേ ആ മെറ്റീരിയൽ സഫീഷ്യൻ്റ് അല്ല. പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഒരു IJSOന് ബെസ്റ്റ് റാങ്ക് കിട്ടാൻ മാത്രം സഫീഷ്യൻ്റ് അല്ല. അതുകൊണ്ട് റിസോഴ്സസ് ആദ്യം ഒരു CBSE പിന്നെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലാണെങ്കിൽ ഒരു സിലബസിൽ 40% കവർ ചെയ്യാൻ പറ്റും കോണ്ടന്റ് വൈസ്. CBSE കോണ്ടന്റ് ഈസ് വെരി ഗുഡ്. വെരി ഗുഡ്. പിന്നെ നല്ല അതിൻ്റെ റിഗർ വെച്ചിട്ടും നല്ല ബെനിഫിഷ്യലാണ്. അതിൻ്റെ മാത്സ് സ്കിൽസും നല്ല ബെനിഫിഷ്യലാണ്. പക്ഷെ ആ റെസ്റ്റ് 60% നമ്മൾ സ്വന്തം ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒളിമ്പ്യാഡ് പ്രോഗ്രാമിന് സൈൻ അപ്പ് ചെയ്യണം. ഈ 60% കവർ ചെയ്യാൻ 3 റിസോഴ്സസ് ആണ് എനിക്ക് നെയിം ചെയ്യാൻ പറ്റുക. XNYൻ്റെ കോഴ്സ് അടക്കം. ആദ്യത്തേത് അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ സിലബസ് കാണാൻ പറ്റും. രണ്ടാമത്തേത് എന്തേ അറിയാത്ത ടോപ്പിക്കുണ്ടെങ്കിൽ ഖാൻ അക്കാഡമി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ട്യൂട്ടർ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ മാർഗം അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണ്. അത് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ വർഷവും എക്സാമിൻ്റെ ഫോർമാറ്റ് പിന്നെ എക്സാമിൻ്റെ റിഗർ മാറും കൺട്രി അനുസരിച്ച്. ഓക്കെ, അപ്പോൾ XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം അതിൻ്റെ ഒരു ബേസ് സെറ്റ് ചെയ്യുന്നിടത്ത് റിയലി ഹെൽപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, റൈറ്റ്. ദെൻ ഒരു നെക്സ്റ്റ് ലെവലിൽ ഈ പറഞ്ഞതുപോലെ ഖത്തറിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടു, ഈ ടോപ്പ് 6 സെലക്ട് ചെയ്യപ്പെട്ടു, റൈറ്റ്. ഇനി ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എവിടെ വെച്ചായിരുന്നു, എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് റഷ്യന്നായിരുന്നു നടത്തിയത്. അത് ഒരു നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആണ്. എല്ലാ ദിവസവും എല്ലാം ഖത്തർ ഫണ്ട് ചെയ്തു. അത് ഈ ഖത്തർ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഖത്തർ മാത്രം ഫണ്ട് ചെയ്യുന്നത്. പക്ഷെ വേറെ രാജ്യത്തെ കുട്ടികൾ അവരെന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം അവരെന്നെ ഖത്തർ നല്ല ജനറസ് ആണ്. അവര് പ്രൈസ് ഒക്കെ കൊടുക്കും. റഷ്യയിലെ അനുഭവങ്ങൾ പറയും. IJSOന്റെ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു? IJSOന്റെ എക്സാം, അപ്പോൾ IJSOയിൽ 3 എക്സാം ഉണ്ട്. ഒന്ന് MCQ, ഒന്ന് തിയററ്റിക്കൽ, ഒന്ന് പ്രാക്ടിക്കൽ. MCQ ആണ് സാധാരണ മോസ്റ്റ് ഈസി. അത് ഓൺലൈനായിട്ട് ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ട് ചെയ്യും. തിയറിയാണ് യൂഷ്വലി ഹാർഡസ്റ്റ്. പിന്നെ പ്രാക്ടിക്കലാണ് യൂഷ്വലി എന്താ പറയുക മോസ്റ്റ് മാർക്സ് കിട്ടാൻ പറ്റിയ കാര്യം. പക്ഷേ CBSE കരിക്കുലം ആ പ്രാക്ടിക്കൽ ഭാഗം കവർ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്പെസിഫിക് സ്റ്റഡി പ്രാക്ടിക്കലും ചെയ്യണം.
എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ ടൈം മാനേജ്മെൻ്റ് ആണ്. പിന്നെ ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റില്ല, അത് അൺറിയലിസ്റ്റിക് ആണ്. അപ്പോൾ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ്, പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് എക്സാം സ്കില്ലാണ് അല്ലേ? നമ്മളൊരു MCQ എക്സാം ഒക്കെ സോൾവ് ചെയ്യുന്ന പോലെ ബെസ്റ്റ് റിസൾട്ടിലോട്ട് എത്താൻ ഒരു ഒപ്റ്റിമൈസേഷൻ നമ്മൾ നടത്തുന്നത്. എന്നിട്ട് ലൈക്ക് ഏത് ബ്രോൺസ് മെഡൽ നേടി, ഗോൾഡും സിൽവറൊക്കെ എവിടെയായിരുന്നു? ഗോൾഡും സിൽവർ, ഗോൾഡ് പറഞ്ഞ ഏത് കൺട്രീസ്? ഗോൾഡ് ഇന്ത്യ എന്നുണ്ടായിരുന്നു, പിന്നെ റഷ്യ എന്നുണ്ടായിരുന്നു. സിൽവർ തായ്ലാൻഡ്, ഇന്ത്യ, റഷ്യ. അപ്പോൾ ഒരേ മെഡലിന് പല കൺട്രീസിന് കിട്ടും. ഐ മീൻ ബേസ്ഡ് ഓൺ മാർക്സ് ആണ്, പെർസെൻറ്റേജ് ആണ്. റൈറ്റ്. നൗ ഓക്കെ, വെരി ഗുഡ്. സോ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല സബ്ജക്ട് നോളജ് വേണം. ഈ സബ്ജക്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? സോ വാട്ട് ആർ ദ സബ്ജക്ട്സ് വിച്ച് വർ ആസ്ക്ഡ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ആണോ, മാത്സ് ഉണ്ടായിരുന്നു? ഈ എക്സാമിന് ഇൻറ്റഗ്രേറ്റഡ് ആയിരുന്നു പറഞ്ഞാൽ, എസ്പെഷ്യലി പ്രാക്ടിക്കൽ ഭാഗത്ത് നിന്ന് കുറേ സബ്ജക്ട്സ് ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. എക്സാമ്പിൾ പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന പ്രാക്ടിക്കൽസ് സ്പെക്ട്രോ ഫോട്ടോമെട്രി, colorimetry, titrations, പിന്നെ സയൻസ് ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ബയോളജിയിൽ വരുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ആ പാത്ത് വേസും അതിൻ്റെ ഫങ്ഷനിങ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രാക്ടിക്കൽ, തിയറി, MCQ എല്ലാം മൂന്നിലും ചോദിക്കുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. യെസ്, ഓക്കെ, ഗുഡ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി എന്താണ് അസാൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത്? എൻ്റെ പ്ലാൻ ഈ വർഷം ICHOന് പോകാനാണ്. അതിന് കെമിസ്ട്രി ഒളിമ്പ്യാഡ് അതിന് തുടങ്ങിയില്ല. സെലക്ഷൻ ഫെബ്രുവരിയിലാണ് തുടങ്ങാം. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ കെമിസ്ട്രിയാണ് ഫേവറേറ്റ് സബ്ജക്റ്റ്? എൻ്റെ ഫേവറേറ്റ് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഏറ്റവും മേ ബി കൂടുതൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് കെമിസ്ട്രിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഹയർ സ്റ്റഡീസ് കെമിസ്ട്രി തന്നെ ചെയ്യാനാണോ അതോ? ഹയർ സ്റ്റഡീസ് കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തിലാണ് ചെയ്യാൻ താല്പര്യം. ഓക്കെ. അപ്പോൾ ഒളിമ്പ്യാഡ് വിന്നേഴ്സിന് ആക്ച്വലി ഈവൻ US യൂണിവേഴ്സിറ്റീസ് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട്. സോ യു ആർ ലുക്കിംഗ് ഫോർ എ US യൂണിവേഴ്സിറ്റി? ഓക്കെ. എന്നിട്ട് അവസാനം ഒരു അക്കാഡമിക്സ് അങ്ങനെയൊക്കെയാണോ പ്ലാൻ? എന്താണ്? അതായത് ഒരു സയന്റിസ്റ്റ് ആയിട്ട് സയന്റിസ്റ്റ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫസർ ആവുക, എന്താണ് ഒരു അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഇപ്പോൾ ഉണ്ടോ? എനിക്ക് ഇപ്പോഴുള്ള പ്ലാൻ എനിക്കൊരു പ്രൊഫസർ ആണ്, അല്ലെങ്കിൽ എൻ്റെ സബ്ജക്റ്റിനെ റീസെർച്ച് ചെയ്യാൻ, എൻ്റെ സബ്ജക്റ്റിനെ പഠിക്കാൻ, അങ്ങനത്തെ ഒരു ജോബാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഓക്കെ. So again, congratulations. I hope you will be an inspiration to a lot of people in Qatar and in India. Okay. So നല്ലൊരു അടിപൊളി അച്ചീവ്മെൻ്റ് ആണ്. ഈ വീഡിയോയിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാൻ ഫോണിലൊരു വീഡിയോ എടുത്തതാണ്. ബട്ട് ബിയോണ്ട് അതിൻ്റെ ഒരു സൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസിനപ്പുറം ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് Azan conveyed. Okay. So congratulations and thank you.